തിരൂർ ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാനിയിൽ നിന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കെ.പി. നൌഷാദ് അലി എം.എൽ.എക്ക് സ്വീകരണം നൽകി. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഗുണമേന്മയുള്ളതുമായ ചികിത്സാരീതിയാണ് അക്യുപങ്ചർ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരോഗ്യരംഗത്ത് വ്യത്യസ്ത വൈദ്യശാസ്ത്ര ശാഖകൾ തമ്മിൽ പരസ്പരം അംഗീകരിക്കാതെ കുറ്റം പറയുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ട്. മരുന്നില്ലാതെ രോഗങ്ങൾ മാറ്റുന്നു എന്ന കാരണത്താൽ സർക്കാർ അംഗീകൃത വിഭാഗങ്ങളായ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ, യൂനാനി തുടങ്ങിയവയെല്ലാം ചേർന്ന് അക്യുപങ്ചറിനെ ശത്രുസ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്യുപങ്ചർ ചികിത്സാരീതി നിയമവിധേയമാകുന്നതോടെ നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളും വിമർശനങ്ങളും ഇല്ലാതാകും. ചികിത്സകർ ഇതൊരു പ്രധാന അജണ്ടയായി ഏറ്റെടുക്കണം. അക്യുപങ്ചറിന് സർക്കാർ അംഗീകാരം ലഭ്യമാക്കുന്നതിനായി ഇടപെടും. ഇതിനായി കമ്മീഷനെ രൂപീകരിക്കാനും ഉപദേശക സമിതി ഉണ്ടാക്കാനും ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ത്യൻ അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി.എച്ച്. സുബൈർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷുഹൈബ് റിയാലു, എറണാകുളം ജില്ലാ സെക്രട്ടറി അനസ് ഗഫൂർ, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എം. നുസ്രത്ത് ഇ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിൻസിറ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സാബിത്ത് റിയാലു, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജംഷീർ അലി സുഹറ നൂർ എന്നിവർ സംസാരിച്ചു. പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ രണ്ടാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ചെമ്മാട് നിങ്ങളുടെ ഒരു കോൺവൊക്കേഷനിൽ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ ശാഖകൾ തമ്മിലൊക്കെ വലിയ തോതിലുള്ള അനാരോഗ്യകരമായ മത്സരങ്ങൾ എമ്പാടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അക്യുപങ്ചറിനോടും ഉണ്ടാവും. അക്യുപങ്ചറിനോട് കുറച്ച് രൂക്ഷമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആയുർവേദവും ഹോമിയോയും യൂനാനിയും സിദ്ധയുമൊക്കെ സർക്കാർ അംഗീകരിച്ച് സർക്കാരിന്റെ കൂടി സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതിനൊരു ആധികാരികത അങ്ങനെ കൈവരും സർക്കാരുമായിട്ട് സഹകരിക്കുമ്പോൾ. അങ്ങനെ ആധികാരികത കൈവരിച്ചവർ തമ്മിൽ തന്നെ വലിയ അനാരോഗ്യകരമായ മത്സരമാണ്. അലോപ്പതി ആയുർവേദത്തോടും അലോപ്പതി ഹോമിയോയോടും അതുപോലെ തന്നെ യൂനാനി സിദ്ധ തുടങ്ങിയവയോട് ആയുർവേദം നടത്തുന്ന പോരാട്ടം. അങ്ങനെ ഇതൊക്കെ പരസ്പരം വലിയ അനാരോഗ്യകരമായ മത്സരങ്ങളുള്ള ഒരിടമാണ്. അപ്പൊ അക്യുപങ്ചറിനോട് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വാഭാവികമാണ്. പക്ഷെ അക്യുപങ്ചറിനോളം പാരമ്പര്യവും പഴക്കമുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖ ലോകത്ത് ഇന്ന് അവശേഷിക്കുന്നില്ല. ആ കാലത്ത് അക്യുപങ്ചറിനും പഴക്കമുള്ള പല വൈദ്യശാസ്ത്ര ശൈലിയും രീതിയൊക്കെ ഉണ്ടായേക്കാം. നമ്മളത് ഉറപ്പു പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പ്രസ്താവ്യമായ അത്തരം ശാഖകളൊന്നും അക്യുപങ്ചറിന് മുമ്പുള്ളതായിട്ട് ഇന്ന് നിലവിലില്ല. അപ്പോൾ അക്യുപങ്ചറിന് അങ്ങനെ വലിയ പാരമ്പര്യമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി മുന്നോട്ട് പോയി ഇത്തരം പ്രതിസന്ധികളൊക്കെ മറികടന്ന് ഒരു പാത ഉറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ദൗത്യം. ശ്രമകരമായി ആ ദൗത്യത്തിൽ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അക്യുപങ്ചർ ശാഖയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെ നമുക്ക് ഗൗരവപൂർണമായിട്ട് നാളുകളിൽ ആലോചിക്കാം എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം.